ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. AJ ഫിലിംസിന്റെ ബാനറിൽ ആൻഡോ ജോസഫ് നിർമ്മിച്ച് മമ്മൂക്ക, ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന മൾട്ടി സ്റ്റാർ ചിത്രം നമ്മുടെ മഹേഷ് നാരായണനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയെക്കുറിച്ചിട്ടുള്ള അപ്ഡേഷന് വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്നറിയാം. എന്തായാലും നമ്മളെല്ലാം വളരെ ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കായും ലാലേട്ടനും 16 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ സിനിമയിൽ ഒന്നിക്കുകയാണ്. അത് ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പേരിടാത്ത ഈ ഒരു ചിത്രത്തിന് താൽക്കാലിക പേരിട്ടിരിക്കുന്നത് MMN എന്നാണ് ഇതിൻ്റെ ഒരു പേര്. ഒരു ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു സിനിമ, അതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന ഒരു സിനിമ, ഒരുപാട് രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്ത സിനിമ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അല്ലേ. പക്ഷെ എന്നാൽ ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ട് 4-5 മാസത്തോളം ആകുന്നു. ഇതുവരെ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ടൈറ്റിൽ ഇവർ പുറത്തു വിടില്ല. ഇവരിങ്ങനെ പൂത്തി വെക്കുക. അങ്ങനെ ഇങ്ങനെ പൂത്തി വെക്കുമ്പോഴത്തേക്ക് അവസാനം ആരെങ്കിലും അതെടുത്തിട്ട് അങ്ങ് പൊട്ടിക്കും. കാരണം ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ ഒരു ക്ഷമ വേണ്ടേ. എന്നാലും ശ്രീലങ്കയിൽ കഴിഞ്ഞ ദിവസം ലാലേട്ടനും കുഞ്ചാക്കോ ബോബനും ഇതിൻ്റെ 8ാമത്തെ ഷെഡ്യൂളായിട്ടുള്ള 10 ദിവസത്തെ ഷൂട്ടിന് വേണ്ടി ലാലേട്ടൻ അവിടെ എത്തിയിരുന്നു. ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലാലേട്ടനും കുഞ്ചാക്കോ ബോബൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. സിനിമയുടെ ടൈറ്റിൽ ലീക്കായി എന്നുള്ളൊരു വാർത്ത ഇന്നലെ നമ്മൾ സമൂഹ മാധ്യമങ്ങളെല്ലാം കണ്ടു. പാട്രിയോട്ട് എന്നാണ് സിനിമയുടെ ടൈറ്റിൽ. ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത് ദേശസ്നേഹി എന്നാണ്. ഇപ്പം മമ്മൂക്കയുടെ ശ്രീലങ്കയിലുള്ള ആദ്യത്തെ ഒരു ഷെഡ്യൂളിൽ മമ്മൂക്ക അഭിനയിക്കുന്ന ആ സീൻ്റെ ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഒരു അപ്ഡേഷനും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള വലിയ ആഘോഷത്തോടു കൂടി വരേണ്ട ഈ സിനിമയുടെ ഒരു ടൈറ്റിൽ, ആഘോഷത്തോടു കൂടി അനൗൺസ്മെൻറ്റ് ചെയ്യേണ്ട സിനിമയുടെ ഒഫീഷ്യൽ ടൈറ്റിൽ അത് ഇങ്ങനെ കാണാനാണ് പ്രേക്ഷകർക്ക് വിധി എന്ന് പറയാതിരിക്കാൻ നിവൃത്തില്ല. അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ വലിച്ചു നീട്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇത് സഹികെട്ട് ആരെങ്കിലുമൊക്കെ എടുത്ത് പുറത്തേക്ക് വിടുന്നത്. ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നതാണ് അറിയാൻ സാധിക്കും. എന്തായാലും ദേശസ്നേഹി എന്നാണ് സിനിമയുടെ മലയാളം പേര്. സിനിമയുടെ കഥയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കഥാപാത്രങ്ങളെ കുറിച്ചിട്ടോ ഒന്നും നമുക്കിതുവരെ ഒരു അപ്ഡേഷനും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ വരുന്ന 25-ാം തീയതി മമ്മൂക്ക ഈ സിനിമയിൽ ജോയിൻ ചെയ്യും എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള ഗോസിപ്പ് വീഡിയോസും വാർത്തകളൊക്കെ വരുന്നുണ്ട്. മമ്മൂക്ക ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വിടുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോകൾ വരുന്നുണ്ട്. എന്നാൽ ഇന്നലെ ജോൺ ബ്രിട്ടാസ് MP തന്നെ ഒരു വാർത്ത കൊടുത്തിരുന്നു. മമ്മൂക്ക പഴയതിലും പൂർവാധികം എനർജി ആയിട്ട് നല്ല സുന്ദരനായിട്ട് നമ്മുടെ മമ്മൂക്ക മലയാളത്തിലേക്ക് തിരിച്ചു വരും എന്നായിരുന്നു ഇന്നലെ MP പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഇത് കണ്ടത്. എന്താണെങ്കിലും നമ്മൾ അതേപോലെ തന്നെ കാത്തിരിക്കുകയാണ്. ഈ 25-ാം തീയതി മമ്മൂക്ക മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്യും. അതിനുശേഷം ഒരു പിടി പുതിയ സംവിധായകരുമായി മമ്മൂക്ക കൈകോർക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നതെന്ന് പറഞ്ഞാൽ അൻവർ റഷീദ് വീണ്ടും മമ്മൂക്കയായിട്ട് ഒരു സിനിമയുമായിട്ട് വരുന്നു എന്നുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു. അതിനുശേഷം ഖാലിദ് റഹ്മാനുമായിട്ടുള്ള സിനിമ, ടിനോ പാപ്പിച്ചുമായിട്ടുള്ള സിനിമ. അപ്പം നമ്മൾ MMN എന്ന് പറയുന്ന ഈ പേര് നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നതാണ് ഇപ്പം സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള പേര് ടൈറ്റിൽ ഇപ്പോൾ പുറത്തു വന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഒരു വീഴ്ച തന്നെ എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം സിനിമയുടെ ഷൂട്ട് തുടങ്ങി 4-5 മാസമായിട്ട് ഇതിനെക്കുറിച്ചിട്ട് ഒരു അപ്ഡേഷനും കൊടുക്കാത്ത ഇവർ ഈ സിനിമ തുടങ്ങി മമ്മൂക്ക ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത സമയത്ത് സിനിമയ്ക്കൊരു ഹൈപ്പിന് വേണ്ടിയെങ്കിലും അവർക്ക് ഈ ഒരു അനൗൺസ്മെൻറ്റ് അവർക്ക് ചെയ്യാമായിരുന്നു. നല്ല ഗംഭീരമായ രീതിയിൽ വലിയ ആഘോഷത്തോടുകൂടി ചെയ്യാമായിരുന്നു. പക്ഷെ ഇനിയും ഇതിൻ്റെ ഒരു ടൈറ്റിൽ ഇനി അവർ ഡിസൈൻ ചെയ്ത് അത് പുറത്തിറക്കുമ്പോഴത്തേക്ക് ഇത്രത്തോളം ഒരു ഗുമ്മ് കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ചില മലയാള സിനിമകൾക്ക് വരുന്ന ഒരു ശവം, പ്രത്യേകിച്ച് ഈ AJ ഫിലിംസിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം പ്രൊമോഷൻ്റെ കാര്യത്തിൽ ഭയങ്കര വീക്കായിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ AJ ഫിലിംസ്. നിങ്ങൾക്കറിയാം മമ്മൂക്കയുടെ പ്രീസ്റ്റ് എന്ന് പറയുന്നൊരു സിനിമ അത്യാവശ്യം കോവിഡ് കാലഘട്ടം കഴിഞ്ഞിട്ട് തിയേറ്ററിൽ എത്തിയിട്ടുള്ളൊരു സിനിമയാണ് പ്രീസ്റ്റ്. ആ സിനിമ തിയേറ്ററിലേക്ക് വീണ്ടും ആളുകളെ എത്തിച്ചൊരു സിനിമയായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രൊമോഷൻ ഭയങ്കര വീക്കായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് വലിയൊരു കളക്ഷനിലേക്ക് പോലും എത്തേണ്ട ഒരു സിനിമ അങ്ങനെ ബ്രേക്കായി. കാരണം ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ആ സിനിമയുടെ പ്രൊമോഷൻ തന്നെയാണ്. അത് ഓരോ കമ്പനിയാണ്. അത് കണ്ടുപഠിക്കണമെന്നുണ്ടെങ്കിൽ ആശീർവാദ് സിനിമാസിനെ പോലുള്ള കമ്പനികൾ നമ്മൾ കണ്ടുപിടിക്കണം. അവർ ഒരു സിനിമ ഇറക്കുന്നതിന് മുമ്പ് അല്ലെ ഷൂട്ട് തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ ആ സിനിമയുടെ പ്രൊമോഷനുകൾ ഇങ്ങനെ കൊടുത്തു അത് വലിയ ഒരു ഹൈപ്പിൽ കൂടെ എത്തി. ചില സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്താണെങ്കിലും
ആ സിനിമ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നു. അത് കാണാൻ ആ സിനിമ പരാജയപ്പെട്ടതാണെങ്കിൽ പോലും ഒരു മിനിമം ഓഡിയൻസ് എങ്കിലും തിയേറ്ററിലേക്ക് എത്തുന്നത് ആ കമ്പനിയുടെ പ്രൊമോഷൻ തന്നെയാണ്. എന്തായാലും ഇതൊക്കെ അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തില്ല. എന്തായാലും വലിയൊരു ആഘോഷത്തോടുകൂടി നമ്മൾ കാണേണ്ട, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ സിനിമയുടെ ഒഫീഷ്യൽ ടൈറ്റിൽ അതിപ്പോൾ ലീക്കായി എന്നുള്ളൊരു വാർത്ത. ഇതാണ് സിനിമയുടെ ഒരു പേര്. എന്തായാലും ബാക്കിയുള്ള അപ്ഡേഷനെങ്കിലും ഇനി കൃത്യമായിട്ടെങ്കിലും പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കുക എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും